ഞങ്ങൾ എപ്പോഴും ആലോചിക്കുകയെ ലച്ചുവിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണോ അതോ ഞങ്ങളെ കിട്ടിയത് ലച്ചുവിന്റെ ഭാഗ്യമാണോ എന്ന്. അവളെ ഞാൻ ഒരിക്കലും മരുമോളായിട്ട് കണ്ടിട്ടേ ഇല്ല അമ്മേ. എൻ്റെ മോളെ പോലെ തന്നെയാ. ഇത് ചുമ്മാ അമ്മായിയമ്മമാര് തള്ളാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ, സത്യസന്ധമായിട്ടാ പറയുന്നത്. അതിപ്പോ എനിക്കറിയത്തില്ല, എന്നോട് സീത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം അവളോടുള്ളൂ. സിദ്ധു ഗൾഫിലായിരുന്നപ്പോഴും സിദ്ധു ഇവിടെ ലീവിന് വന്നപ്പോഴും അവൾ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അതിനെന്താ കുഴപ്പം? ലച്ചുവിന് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ അവൾ ഇവിടെ നിൽക്കട്ടെ, അല്ലേ സീതേ? എന്നല്ല, അത് സീതയുടെ വലിയ മനസ്സ്. പിന്നെ അവൾ അവിടെ പാചകമൊക്കെ ചെയ്യൂ. അത് ഞാൻ കള്ളത്തരം പറയണോ സത്യം പറയണോ? അത് സത്യം പറഞ്ഞാ മതി. എന്നാ പുറത്താരോട് പറയാതെ കരുതേ. ഇല്ല, പറയത്തില്ല. ലച്ചുവിന്റെ പാചകം ഉണ്ടല്ലോ ഭയങ്കര മോശമാ. പക്ഷെ ഇടക്ക് അവളൊരു കാന്താരി രസം വെക്കും, അടിപൊളി സാധനം. ഇതേക്കൂടെ നോക്കിയേ, എന്ന് വെച്ചാൽ നമുക്ക് എന്നും കാന്താരി രസം കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, അവൾ എണീക്കുമ്പോൾ ഒരു 8:30-9 മണിയാവും. അതിന് മുന്നേ തന്നെ വീട്ടിലെ ജോലി എല്ലാം അങ്ങ് ചെയ്തേക്കും. അത് സീതയുടെ വലിയ മനസ്സ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അയ്യോ, അതിന് മാത്രം വലിയ പ്രശ്നമുള്ള കാര്യം വല്ലതാണോ അമ്മ ഇത്? അവിടുത്തെ കൊച്ചു അങ്ങനെ തന്നെയല്ലേ? നമ്മള് കല്യാണത്തിന് മുന്നേ വരെ അങ്ങനെ തന്നെയായിരുന്നു. 9 മണി 9:30 കഴിയാതെ എണീക്കത്തില്ല. അതുപോലെ തന്നെയല്ലേ ലച്ചു ഞങ്ങൾക്ക്? അതും സീതയുടെ വലിയ മനസ്സ്. സീതയുടെ വലിയ മനസ്സ് ഞാനായിരുന്നെങ്കിലേ അടിച്ച് ശരിയാക്കിയാനായിരുന്നു. പക്ഷെ ഇത് ഭവാനി അമ്മയുടെ ചെറിയ മനസ്സ്. കാലഘട്ടം മാറിയില്ലേ, പിള്ളേരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെന്നേ. അല്ല പിന്നെ ഇതിനിടയ്ക്ക് ഒരു 3-4 ദിവസം ഞാനങ്ങ് വയ്യാണ്ട് കിടപ്പായി പോയി. ഓ, അന്ന് സീത ശരിക്ക് ബുദ്ധിമുട്ടി. ലച്ചുവാണെ ഇങ്ങോട്ടും പോന്നു. ഇങ്ങോട്ട് വന്നോ? എന്തിന്? അയ്യോ, അവളെ ഞാൻ അവിടെ ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ പരാതി. അല്ല, കാര്യം എന്താണെന്ന് നമുക്കല്ലേ അറിയാവുള്ളൂ, അല്ലേ ഏട്ടാ? അല്ല, പ്രശ്നമൊന്നുമില്ല. അത് വലിയ കാര്യമാക്കിയൊന്നും എടുക്കണ്ട. അല്ല, വയ്യാന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചില്ലയോ നിങ്ങള്? അല്ല, വിളിച്ചിരുന്നു. അപ്പൊ ലച്ചു ഇവിടെ എന്തോ തിരക്കിലായിരുന്നു, പിന്നെ ഞങ്ങള് ബുദ്ധിമുട്ടിച്ചില്ല. അതൊന്നും കാര്യാക്കണ്ട, കഴിഞ്ഞു പോയതല്ലേ. അന്നത്തോടുകൂടി എന്തായാലും ഒരു കാര്യം മനസ്സിലായി. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ മക്കളും ഉണ്ടാവില്ല, മരുമക്കളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ലതേ, ഭർത്താവ് മാത്രമേ കാണുള്ളൂ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അതെന്റെ വലിയ മനസ്സ്. അപ്പൊ എനിക്കൊരു വയ്യായിക വന്നാ എന്നെ നോക്കാനും കാണാനും ആരും ഉണ്ടാവത്തില്ല. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കൊച്ചുമക്കൾ ഇത്രയും പേരുള്ളപ്പോഴത്തേക്കും അവരുണ്ടാവത്തില്ലേ? സാധനം മേടിച്ചിട്ട് ബാക്കി കാശിന് മിഠായി മേടിച്ചോളാൻ പറഞ്ഞു. അതാ മേടിച്ചത്. കുഴപ്പമുണ്ടോ? എന്തോ നാടാ ഇത്? കെട്ടിക്കാറായി ഇപ്പോഴും മുട്ടായി ചവച്ചോണ്ട് നടക്കുക. ഈ ഇവനാണോ വയ്യാതെ കിടക്കുന്ന സമയത്ത് എന്നെ നോക്കുന്നത്? അതെന്തോന്ന് അമ്മമ്മേ, മിഠായി അയച്ചു കഴിഞ്ഞാൽ വയ്യാതിരിക്കുന്ന ആളെ നോക്കാൻ പറ്റൂലേ? കേട്ടോ, സർവ്വൽ പറയുന്നത് കേട്ടോ. ഓ, കാര്യം എന്താന്നോ, അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചുമക്കൾ നോക്കുവോന്നൊരു സംശയം. എന്തിനാ അങ്ങോട്ട് വൃത്തിയിട്ട സംശയം? ഇത്രയും പേരുടെ പടവല കിടക്കൂലേ, നമ്മള് നോക്കാതെ വേറെ ആരും നോക്കായി? അത് തന്നെ, ഇവരാരും നോക്കിയില്ലെങ്കിൽ അമ്മമ്മയെ ഞാൻ നോക്കും. അല്ല, ഇപ്പൊ ഭവാനിയമ്മക്ക് ആശ്വാസമായ. മക്കളെ വന്നേ. ആര് നോക്കിയില്ലെങ്കിലും എന്റെ പൊന്നു മോൾ അമ്മൂമ്മയെ നോക്കുന്ന അമ്മൂമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ശരി. അയ്യോ, ആ കേശു, അമ്മമ്മക്ക് എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാല് നോക്കിക്കൊള്ളോണ്ടാ. അങ്ങനൊക്കെ പറയണേ, നമ്മളല്ല വേറെ ആരും നോക്കായി. സംഭവേ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ആലോചിക്കുമ്പോ ഓരോന്ന് പറയണേ, കാര്യമായിട്ട് എടുക്കണ്ടേ, വിട്ടേ. നിങ്ങളൊന്നും വിഷമിക്കണ്ട, എന്റെ പഠിപ്പ് നിർത്തിയിട്ടാണെങ്കിലും ഞാൻ അമ്മൂമ്മയെ നോക്കും. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പഠിത്തം നിർത്താം, അമ്മമ്മയെ നോക്കാം.
പറയാണ്ട് അങ്ങനെ എത്ര ടേസ്റ്റോടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? നീ നനച്ചാലും മുടിയും ആനാ നീ നനയ്ക്ക മാട്ടിയേ. ഞാൻ ഇടയ്ക്ക് നനയ്ക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ മടി അങ്ങോട്ട് സമ്മതിക്കില്ല. നനച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. കെട്ടിലമ്മയ്ക്ക് ഒരു സിംഹാസനം കൂടി ഇട്ട് തരട്ടെ ഇരുന്ന് കഴിക്കാൻ. വെറുതെ കയറി വന്നിട്ട് എന്നെ മെക്കിട്ട് കയറുന്ന വെറുതെയോ? നിനക്കേ വയ്യാതിരിക്കുന്നവരെ നോക്കാതെ നിനക്ക് വേറെ എന്ത് പരിപാടി ഇവിടെ ഉള്ളത്? അമ്മ യാർക്ക് ഉടമ്പ് മുടിയല? മുടിയാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടല്ലോ, വേറെ ആരും വേണ്ടല്ലോ. ചേടാ, ഞാൻ മനസ്സമ്മാനത്തോടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ? വെറുതെ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നേ? എന്റെ അമ്മൂമ്മയ്ക്ക് ഇവിടെ ആരെങ്കിലോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മൂമ്മ അവരുടെ മെക്കിട്ട് തീർക്കും. എനിക്ക് ആരോടും ദേഷ്യമില്ല, നിന്നോട് പ്രത്യേകിച്ചും. പക്ഷെ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറയും. അതാണ് ചോനർത്തല ഭവാനി. ആയിക്കോട്ടെ, പക്ഷെ കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പറ. ലച്ചു, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. മഹാലക്ഷ്മി അവിടെ ഉള്ളത്, നീ അത് തട്ടിത്തെറിപ്പിച്ച് കളയല്ലേ. அம்மா என்ன விஷயம்னு முதல்ல சொல்லுங்கம்மா, அப்பதானே எங்களுக்கு தெரியும். പറഞ്ഞാ നീ പ്രശ്നം പരിഹരിച്ചു തരുമോ? நான் முயற்சி செய்யறேம்மா. ലച്ചു, ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇവിടെ ഉള്ളത് മഹാലക്ഷ്മിയാ. അവരെ വെറുപ്പിക്കരുത്. വെറുപ്പിച്ച എന്റെ സ്വഭാവം നീ അറിയും കേട്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ ശരിക്കും ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒരു കാര്യമില്ലാതെ എന്നെ നെഞ്ചത് പൊങ്കലിട്ടിട്ട് പോയ പോക്ക് നോക്കിക്കേ. ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവും വേണ്ടി? இல்ல நம்ம கேட்கணும், ஆனா என்ன பிரச்சனைன்னு தெரியாம நம்ம எப்படி போய் கேட்போம்? എനിക്കറിയാൻ പാടില്ല എന്താ പ്രശ്നം. ഞാൻ എന്തായാലും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കൊരു ഐഡിയ ഉണ്ടോ? ஒருவேளை நீ ஒரு வேலையும் செய்யாம சும்மா உட்காந்துட்டு சாப்பிட்டு இருப்பியோன்னு அப்படி ஏதாவது டவுட் அம்மாக்கு இருக்குமோ? അങ്ങനത്തെ ഒരു ഡൗട്ട് വരേണ്ട കാര്യം എന്താ? இல்ல இல்ல நிஜம்தானே அது. ആന്റി, ஐ நான் சொல்லலப்பா, அம்மா நினைக்கிறது நான் சொன்னேன், அவ்வளவுதான். എന്നാലും അങ്ങനെ നനയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. நீ தப்பெல்லாம் செய்யல. சரி ஒண்ணு செய்யலாம். എവിടെ പോണു? ஒரு நிமிஷம் இத ஒண்ணு செய்யலாம். நீ வந்து அம்மா முன்னாடி வேலை செய்யற மாதிரி ஆக்ட் பண்ணு. എന്നിട്ട് அப்போ அம்மாவோட கோவம் அடங்கிடும். அப்ப பிரச்சனை சால்வ். കോപം അടങ്ങിയില്ലെങ്കിലോ? அப்ப நம்ம வேற ஐடியா யோசிப்போம். എനിക്കിത് മനസ്സിലാവുന്നില്ല. வெயிட் ஒரு நிமிஷம் போறேன். വെയിറ്റ്. இத வை, கைய அலம்பு, இத புடி. அம்மா எங்க உட்காந்துட்டு இருக்காங்களோ அங்க போய் நீ பெருக்கு. പണിയെടുക്കാന് ஆ നൈസായിട്ട് വീട്ടിലെ പണിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ള ആന്റിയുടെ ഐഡിയ അല്ലല്ലോ. என்ன லட்சு இது? நான் அப்படி உங்ககிட்ட செய்வேனா? நான் ஐடியா தானே கொடுத்தேன். പക്ഷെ എന്നാലും എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. காரியம் எல்லாம் அப்புறம் எல்லாம் நம்ம பார்க்கலாம். இப்ப நீ போய் செய்யறது சொல்லு. ச்சே, நான் சொல்றது செய். ആ കാലൊന്ന് മാറ്റിക്കേ. കാലെന്ത് വെട്ടിത്തരണോ? വെട്ടിത്തരൊന്നും വേണ്ട, ഇച്ചിരി നീക്കി വെച്ചാ മതി. നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ചൂല് കൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ അവിടുത്തെ ഇങ്ങനെ തൂത്ത് അങ്ങനെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. നിനക്ക് വേറെ എവിടെയെങ്കിലും തൂത്താ പറയാം, ഇവിടെ തന്നെ തൂക്കണമെന്ന് എത്ര നിർബന്ധം? അല്ല, എറയം തൂത്തിട്ട് അകത്തേക്കൊക്കെ തൂക്കാന്ന് വിചാരിച്ചാ കാലൊന്ന് മാറ്റുമായിരുന്നെങ്കിൽ ഒന്ന് തൂക്കായിരുന്നു. എന്റെ ലച്ചു, നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നിന്റെ പാട് നോക്കി പോയേ. ചേട്ടാ, ഇത് വലിയ ശല്യമായില്ല. ആ, ഞാൻ നിനക്കൊരു ശല്യമാണ്, എനിക്കറിയാതെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലിയ കഷ്ടമാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ കിടന്നു അധികം ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട. അമ്മൂമ്മേ, അമ്മൂമ്മ പറ, ശരിക്കും എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. നീ എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പോയി തരുവോ? അങ്ങനെ ഇപ്പൊ ഞാൻ മുമ്പിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മൂമ്മ കാര്യം പറഞ്ഞേ. നീ എന്താ എന്നെ അടിക്കാൻ ചൂലെടുക്കുന്നോ? ചൂല അവിടെ ഇട്ട് നീ കാര്യം പറ. ഞാൻ എന്റെ പിടിച്ച് കയറണ്ട. എനിക്കൊരു പ്രശ്നമില്ല. നീ നിന്റെ കാര്യം നോക്കി പോയാ മതി. നീ എന്നോട് വഴക്കുണ്ടാക്കാൻ നിക്കണ്ട. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നല്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ഒന്നും ഒരാവശ്യത്തിനും കിട്ടത്തില്ലല്ലോ. അതിന് ഞാൻ എന്താ ചെയ്തെന്ന് കൂടെ പറ. നിനക്ക് എന്തോ ഇവിടെ തിരക്ക്. നീ ഒരു കാര്യം ചെയ്യ്, 10 മണി വരെ കിടന്ന് ഉറങ്ങും. ഇതെന്താണിത്? ആ, എനിക്കറിയാൻ പാടില്ല. ചോദിക്കാ, വെറുതെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, എന്താ ഭവാനിയമ്മ പ്രശ്നം?
ലച്ചു നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം വഷളാക്കല്ലേ കേട്ടാ. ഞാൻ എന്താ പറഞ്ഞെന്നാ? എന്താ ലച്ചു പ്രശ്നം? അമ്മ ചുമ്മാ കാര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അടുക്കളയിൽ കനകാന്റെ അടുത്ത് സംസാരിച്ച് 2 ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദോശ പോലും തിന്നീർക്കാൻ സമ്മതിച്ചില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഏതു സമയം തീറ്റി അല്ലെങ്കിൽ ഉറക്കം. തീറ്റി ഉറക്കം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടുത്തെ പണിയൊന്നും എടുക്കുന്നില്ല എന്നല്ലേ? സിദ്ധുവിന്റെ അച്ഛനും അമ്മയും നിൽക്കുമല്ലേ? ചോദിച്ചു നോക്ക്. അമ്മ കുഴിപ്പുറത്തെ എല്ലാ ജോലിയും ചെയ്യുന്ന ഞാനല്ലേ അമ്മ? അതെ അതെ അതെ, അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്ന സീതയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാ? ഞാൻ രാവിലെ എണീക്കുന്നതിന് മുന്നേ അമ്മ അടുക്കളയിൽ കയറി അടുക്കളപ്പണിയൊക്കെ ചെയ്തു തീർക്കും അല്ലേ അമ്മ? അതെന്തുകൊണ്ടാ? അതും കൂടെ ചോദിച്ചു നോക്ക്. അത് എന്റെ അടുത്തുള്ള സ്നേഹം കാരണം അല്ലേ അമ്മ? അതെ, ജീവന് കൊതിയുള്ളത് കൊണ്ടാ. ഓ, അതായത് എന്റെ പാചകം മോശമാണെന്ന് അല്ലേ അമ്മ? എന്റെ പാചകം മോശമാണോ അമ്മ? അച്ഛാ, ഏയ് ഞാൻ ഇതിനൊന്നുമില്ലട്ടാ. അതല്ല, എന്റെ കാന്താരി രസം അത് അച്ഛന് ഭയങ്കര ഇഷ്ടമല്ലേ? കാന്താരി രസം സൂപ്പറാ, അടിപൊളി പോകയും. കണ്ടാ, അമ്മയടുത്ത് ചോദിച്ചു നോക്ക്, അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ല അമ്മ? പിന്നെ അത് ഒരു വട്ടം കഴിച്ചോണ്ടല്ലോ, പിന്നെ ആ ടേസ്റ്റ് ആരും മറക്കത്തില്ല അല്ലേ ഏട്ടാ? പിന്നെ എന്ത് വേണം? ഒന്നും വേണ്ടേ. ഞാൻ ഇവിടെ തൂക്കുന്നതല്ലേ അമ്മമ്മയുടെ പ്രശ്നം. ഞാൻ അപ്പുറത്തെങ്ങാനും പോയി തൂക്കണം. പുത്തനച്ചി പരപ്പുറം തൂക്കും. പുത്തനച്ച് പെരപ്പുറം തൂക്കൂന്ന്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ കൊല്ലായി. ഞാൻ എന്തിനു ഇനി പെരപ്പുറം തൂക്കണം? ഈ നാക്കില്ലായിരുന്നെങ്കിൽ എന്നേ പട്ടിയോ പൂച്ചയോ കൊണ്ടുപോയത്. പാരമ്പര്യ തായ് വഴി കിട്ടിയതാ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് കേട്ടെ. ഞാൻ പൊക്കോളാം എന്റെ പൊന്നെ. നല്ല ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ലെന്നേ, ഇങ്ങനൊക്കെ നിന്നാലേ ഒരു ചൂടുണ്ടാവത്തുള്ളൂ, ഇല്ലെങ്കിലേ മടി പിടിക്കും. അത് ഞാൻ പറയാതെ തന്നെ സീതയ്ക്ക് അറിയാവല്ലോ. അയ്യോ, ഞാൻ രാവിലെ പറഞ്ഞതിന്റെ പേരിലാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നേ? അയ്യോ, അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള സ്വഭാവമൊന്നും ചോനറത്തലക്കാർക്കില്ല, പ്രത്യേകിച്ച് ഈ ഭവാനിക്ക് അറിയാലോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആദ്യം പറഞ്ഞിട്ട് ചീത്ത പറയാന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഞാൻ അതൊന്ന് ചെണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് തട്ടിക്കൊണ്ടുപോവാൻ. ഇവിടെ ഇനി പൊടിയൊന്നും ഇല്ലല്ലോ, അടിച്ച് വാരിയതാണല്ലേ. ഒരു കുഴപ്പമില്ലാത്ത ഈ സ്ഥലത്ത് വെറുതെ കിടന്ന് അടിച്ചു വരി ആരോഗ്യം കളയുന്നതിലും ഭേദം പുറത്തു പോയി അടിച്ചു വരൂ, 10 കരിയിലെങ്കിലും പോവും. എന്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോളോട്ടോ. ഒന്നാമത് മനുഷ്യന്റെ ടെമ്പർ തെറ്റിയിരിക്കണേ. എന്ത് പറ്റി? ചേച്ചി, എന്തടി ചേച്ചി ദേഷ്യത്തിലാണോ? ആണെങ്കി ഒന്നുമില്ല. ചേച്ചി എന്താണ് കാര്യം എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ സഹായിക്കാം. ഓ വേണ്ട, എന്റെ പ്രശ്നമല്ലേ, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് സോൾവ് ചെയ്തോളാം. ശരി, ഒറ്റയ്ക്ക് അനുഭവിക്കൂ. ആര് ചോദിക്കാമെന്ന്? என்ன லட்சு இது? நான் உங்ககிட்ட என்ன சொல்லி விட்டேன்? இங்க வந்து பெருக்கவா சொன்னேன்? வெளியில போய் அம்மாவோட ஃப்ரெண்ட்ல பெருக்கத்தானே நான் சொன்னேன். അമ്മയുടെ ഫ്രണ്ടിൽ പെരുക്കാനാ? മനസ്സിലായല്ലോ, ക്ലിയർ എന്ന് പറയൂ. டேய், எனக்கும் கரெக்டா எல்லாம் தெரியாது, ஆனா ஒண்ணு மட்டும் எனக்கு தெரியும். அம்மாக்கு லட்சு மேல ரொம்ப கோவம். അതാണോ പ്രശ്നം? അതിപ്പോ ശരിയാക്കി തരാം. ഇന്നെനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ചേട്ടാ വാ, ഈ പ്രശ്നം സോൾവ് ആക്കി കൊടുക്കാൻ ചേട്ടാ, എന്നിട്ട് എനിക്ക് സമാധാനം. കമത്ത് നീ ഏച്ചു പൊടി എടുത്ത്. ഞാനൊന്നും ഇല്ല. ഈ ജാറ പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഓ, ചേച്ചിയുടെ മുത്തല്ലേ? കേട്ടില്ല, ഒന്നുകൂടെ ചേച്ചിയുടെ കുറച്ചുകൂടെ. ചേച്ചിയുടെ കുഞ്ഞനിയനല്ലേ നീ? നൈസായിട്ടേ പാറുവിന്റെ ഒപ്പം അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് എന്താണ് ചേച്ചിയായിട്ടുള്ള പ്രശ്നം എന്നൊന്ന് ചോദിച്ചറിഞ്ഞ് വരുമായിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ. അല്ലെങ്കിൽ അറിയാലോ എനിക്ക് സ്വൈര്യം തരൂല, അതുകൊണ്ടാ. ചേച്ചി ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞോണ്ട് ഞാൻ വേണമെങ്കിൽ നോക്കാം. ബട്ട് യു നോ ഐ ആം ക്വൈറ്റ് എക്സ്പെൻസീവ്. പിന്നെ എന്തെങ്കിലും മേടിച്ച് തരണമായിരിക്കും. കുറച്ച് പോരാ, കൊറേ വേണം. എന്ത് തേങ്ങ വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. ഇതൊന്നും എനിക്ക് ഊരുത്താ. ഒരു തരാം. അമ്മൂമ്മയുടെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇല്ല.
പാറു കൂടെ പിടിച്ചോണം. லெச்சு இவங்களால இந்த பிரச்சனை சால்வ் பண்ண முடியுமா? എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവൻ ആ പ്രശ്നം എന്താന്ന് കണ്ടുപിടിക്കും. പാറു പാറു മക്കളെ, പാറു നീ ഒരു കാരണം കൊണ്ടും പേടിക്കണ്ട. എന്തില്ലെങ്കിലും എന്റെ പാറുമോക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരും. ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. എന്റെ മോള് സങ്കടപ്പെടണ്ട. എന്താടാ പ്രശ്നം? എന്താ കാര്യം? ഓ ഒന്നും പറയണ്ട എന്റെ പൊന്നമ്മതോ. ഈ പാവം പിടിച്ച കൊച്ച്, ഇച്ചിരി ഇല്ലാത്ത കൊച്ച്, അത് കഷ്ടപ്പെട്ട് 1 മണിക്കൂർ പഠിക്കാത്തത് 3-4 മണിക്കൂർ കുത്തിയിരുന്ന് പഠിച്ച്, എന്നിട്ട് ആ കൊച്ചു ഒരു ഗ്ലാസ് പാല് ഒഴിച്ചിട്ട് കൊടുക്കണില്ലെന്ന്. ஆனா கனகோ, ஐயோ நான் அப்படி சொல்லலம்மா. പാറു பின்னாரு പാറു എന്താടാ കാര്യം പറ. ചേച്ചി അതല്ല ചേച്ചി, ഞാൻ കുറച്ച് പാല് ഒഴിച്ചപ്പോ തന്നില്ല. ഈ കൊച്ചൊരു ഗ്ലാസ് പാല് ഒഴിച്ചപ്പോ നീ കൊടുത്തില്ല. അത്രയും വേണ്ട. സംഭവം ചില സമയത്ത് ലച്ചേച്ചിയുടെ സ്വഭാവം ഇത്ര അലന്ന വൃത്തിയായിട്ടൊരു സ്വഭാവം വേറെ ഇല്ലേട്ടാ. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? തങ്കം പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടിയിട്ട് മര്യാദക്ക് നോക്കാത്തവള് അവള്. നോക്കത്തില്ല, സ്വഭാവം കൊള്ളൂല, അതുകൊണ്ട് നോക്കത്തില്ല. ചേച്ചിയുടെ സ്വഭാവം കൊള്ളൂല, അതുകൊണ്ട് തങ്കം പോലുള്ള അമ്മായിമ്മയെ നോക്കൂല. അവര് നല്ല മനസ്സുള്ളവരായതുകൊണ്ട് എല്ലാം സാമട്ടിനെടുത്തു. അതല്ലായിരുന്നെങ്കിലേ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവൾ എവിടെ കൊണ്ടുവിട്ടാനായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ചേച്ചി ഇവിടെ തന്നെ. എടാ ഇവിടെ നിൽക്കുന്നതോ പോട്ടെ, ഒരിക്കലേ സീതയ്ക്ക് തീരെ സുഖമില്ലാതെ വന്നപ്പം ഒരു ദിവസം അവളെ വിളിച്ചു, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. എവള് പോയില്ലടാ. അങ്ങനെ വരട്ട്. അപ്പൊ ഇതാണ് കാര്യല്ലേ? ഇങ്ങനെ സീതാമ്മ പറഞ്ഞ? അത് സീത തമാശക്കാ പറഞ്ഞെങ്കിലും എനിക്കത് മനസ്സിലായി. അമ്മൂമ്മ സീരിയസ് ആയിട്ട് എടുത്തു കാണും. പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഞാനായിരുന്നെങ്കിലേ കാലേവാരി നിലത്തടിച്ചനെയായിരുന്നു. കാലവരെ വലിച്ചെറി പിറ്റേ ഒട്ടിക്കണ്ടേ? പിന്നെ മോനോടൊരു കാര്യം, നീ കല്യാണം കഴിച്ചോണ്ട് വരുമ്പം നീയോ നിന്റെ പെണ്ണോ എന്നോടോ ഇവിടെയുള്ള ആരോടെങ്കിലും ഇതുപോലെങ്ങാണം പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നീ നല്ലതുപോലെ അറിയും. ചേട്ടനൊക്കെ ഏത് കാലത്ത് പെണ്ണുട്ടാനാ? ഏത് കാലത്ത് കിട്ടിയാലും പറയാനുള്ളത് ഞാൻ പറയും കേട്ടോ. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ആ പറഞ്ഞില്ലെന്ന് വേണ്ട, കരുതിയിരുന്നു. എന്റെ അമ്മേ, ഇത് ഏത് നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണെന്നറിയോ? ഇതൊക്കെ ഇപ്പോഴാണ് കുത്തിപ്പൊക്കിക്കൊണ്ടുവരണേ. ആ നൂറ്റാണ്ടിൽ നടന്ന കാര്യം അമ്മൂമ്മ ഇപ്പോഴാണ് അറിയണത്. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ ഏറി കയറുന്നു. അപ്പൊ അറിഞ്ഞായിരുന്നെങ്കിൽ ചേച്ചി അപ്പളേ ഏറി കയറിയാണ്. ഇതിനെങ്ങനെ ഊരുന്നൊന്ന് പറ. ഇപ്പൊ സംഭവം എന്റെ ഐഡിയ എന്ന് പറഞ്ഞാല് ഏറെക്കുറെ കനകാന്റിയുടെ ഐഡിയ പോലെ തന്നെ ഇരിക്കും. സിമ്പിൾ പരിപാടി. ചേച്ചി അടുക്കള മൊത്തം ചേച്ചിയുടെ കയ്യിലാക്കണം. എന്ന് വെച്ചാൽ അടുക്കളയിലെ ഉത്തരവാദിത്തം മൊത്തം ചേച്ചി ഏറ്റെടുക്കണം. പണിയെടുക്കാന്ന് എന്നെ കൊണ്ട് പറ്റൂല. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറ. ഉണ്ട്, വേറെ ഓപ്ഷൻ ഉണ്ട്. എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് സമാധാന ചർച്ച. അത് കൂട്ടത്തല്ല അവസാനിക്കത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ 1 is the best. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നല്ലത്. പണിയെടുക്കണോ? നീ ഇത് എവിടെ പോയിട്ടാണ് മുടി വെട്ടിയത്? കവളത്തൊരു മറകം കുത്തി, കഴുത്തിലൊരു വാട്ടർ ബോട്ടിൽ വിട്ട് അങ്കനവാടിയിൽ വിടാൻ തോന്നണം. പാറുവിന്റെ സജഷൻ ആയിരുന്നു ഇങ്ങനെ കട്ട് ചെയ്യാൻ. കൊള്ളൂല. ഇവിടെ എല്ലാരും എല്ലാ ജോലിയും ചെയ്തിരിക്കണം. அம்மா எனக்கு எல்லா வேலையும் தெரியும் அம்மா. നിനക്ക് മാത്രം തിരിഞ്ഞാ പോരല്ലോ, ഇവിടെ ഉള്ളവർക്കും തിരിയണ്ടേ? എല്ലാവർക്കും തിരിയണം. അമ്മൂമ്മ, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തുള്ള ജോലിയൊക്കെ ചെയ്യാൻ അറിയാം. എനിക്കും അറിയാം അമ്മ. പിന്നെ അത്യാവശ്യം ജോലിയൊക്കെ നന്നായിട്ട് അറിയാം. വെച്ച് വെക്കുന്നത് തിന്നാനറിയാം. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് പഠിക്കണമല്ലോ. യേശു, നീ നാളെ കല്യാണം കഴിച്ച് പെണ്ണിനെയും കൊണ്ട് ഇവിടെ താമസിച്ചാലും വേറെ മാറി താമസിച്ചാലും പാചകവും കാര്യങ്ങളും എല്ലാം പഠിച്ചിരിക്കണം. ഓ അങ്ങനെ പറ. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഈ പാചകമൊക്കെ പഠിക്കുന്നത്? ആറു അമ്മൂമ്മ,
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അമ്മമ്മക്ക് എന്ത് വയ്യേ? അതല്ല ഏട്ടാ. അമ്മുമ്മേ, എനിക്ക് ABCD പോലും അറിഞ്ഞൂടാ. അപ്പോഴാണ് പാചകം. പാചകം പഠിക്കണം. ഇനി ഈ വീട്ടിലെ പാചകത്തിന്റെ പേരിലോ വീട്ടുകാരും നോക്കാത്തതിന്റെ പേരിലോ ഒരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല. ആ, ദേ വരുന്നല്ല പ്രശ്നത്തിനെല്ലാം കാരണം. അതെ, ഞാൻ തന്നെ എല്ലാ പ്രശ്നത്തിനും കാരണം. എനിക്ക് അമ്മൂമ്മയെ കിടന്ന് ദേഷ്യപ്പെടുന്നതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ കുഴിപ്പളത്തെ വീട്ടിലെ പണിയെടുക്കുന്നില്ല, ഇവിടെ പണിയെടുക്കുന്നില്ല, നേരെ ചൊവ്വേ ഭക്ഷണവും ഉണ്ടാക്കുന്നില്ല. കുഴിപ്പളത്തെ അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ കാര്യം ശ്രദ്ധിച്ചില്ല. ഇതൊക്കെയല്ല അമ്മൂമ്മയുടെ പ്രശ്നം തന്നെ. നാളെ മുതൽ ഈ ലച്ചു പുതിയൊരു ലച്ചു ആയിരിക്കും. ഇത് കൊറേ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാണ്. അമ്മൂമ്മ എന്നെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ അമ്മൂമ്മ അത് പഴയ ലച്ചു, ഇത് പുതിയ ലച്ചു. അമ്മൂമ്മ നോക്കിക്കോ, ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എണീറ്റ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് തന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. എന്ത് സംശയമുണ്ടാ? കാണിച്ചുതരാം. കണ്ടാ ഞാൻ അലാം സെറ്റ് ചെയ്തേക്കുന്ന കണ്ടാ? എന്താണ് 4:30, 5 മണി, 5:10, 5:20, 5:30, 5:35, 5:40, 5:45, 6 മണി, 6:10. അതുവരെ ഒന്നും പോവൊന്നുമില്ല. കൊറേ നാളായല്ലോ നേരം വെളുക്കുമ്പോഴൊക്കെ എണീറ്റിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം വരും. ഇരിക്കട്ടെ ഐശ്വര്യായിട്ട്. മിസ് ഭവാനി, see you tomorrow. നാളെ കാണാവുന്ന. പിന്നെ വേറൊരു കാര്യം. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ലച്ചു ഞാൻ സഹായിക്കണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ആരെങ്കിലും പരിസരത്ത് അടുക്കളയിൽ കേറിയ അമ്മമ്മ, ഇപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയല്ല? എനിക്കറിയായിരുന്നു അവളെ ഒന്ന് വരട്ടിയാലേ അവള് നന്നാവുമെന്ന്. അതുകൊണ്ടല്ലയോ സീത അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് ചൂടായി കാണിച്ചത്. അമ്മൂമ്മ പറഞ്ഞു ആരാ? ലച്ചു ലച്ചു ലച്ചേച്ചേ, ലച്ചു ലച്ചേ ലച്ചു എന്താ? 5 മണിയായി, എഴുന്നേക്കുന്നില്ലയോ? ഞാൻ എണീക്കുമായിരുന്നല്ലോ. 5 മണിക്ക് ഞാൻ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്, നിങ്ങൾ നോക്കൂ, എനിക്ക് ആരെ സഹായം ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തോളാം. ചേച്ചി പോകുന്നതിന് മുമ്പേ ഇതൊന്ന് നോക്കിട്ട് പോകും. 10:30യോ? അപ്പൊ എന്റെ അലാം പഠിച്ചില്ലേ? പിടിച്ച് ചെക്ക് ചെയ്യട്ടെ. ശരിയാണ്. ഇപ്പൊ ശരിയല്ലേ? ചേച്ചിയുടെ അലാറം കേട്ട് നാട്ടുകാർ മൊത്തം എണ്ണീച്ചു, പക്ഷെ ചേച്ചി എണ്ണീച്ചു. ചേച്ചിയുടെ 5 മണിക്കത്തെ അലാറം കേട്ട് അമ്മൂമ്മ എണീറ്റു. 5:30യുടെ അലാറം കേട്ട് ഞാൻ എണീറ്റു. 5:45 അലാറം കേട്ട് ഞാൻ എണീറ്റു. 6 മണിയോட അലാറം കേട്ട് ഞാൻ എഴുந்திരിച്ചேன். 6:10 അലാറം കേട്ട് ഞാനും പാറും എണീറ്റു. എന്നിട്ടും ഞാൻ എണീറ്റില്ല. ഇല്ല. കേശേ, മോൻ പോയി വടിയെടുത്തോണ്ട് വാ. അതല്ലേ കൊടുക്ക്, രണ്ടുപേരും കൂടെ എന്നെ തല്ലട്ടെ. ഒരു തല്ലിയാലേ ഞാൻ നന്നാവത്തുള്ളൂ. തല്ലിയാലും എന്റെ മോള് നന്നാവൂല.